ഈ വരുന്ന ഏപ്രിൽ 23 നടക്കാനിരിക്കുന്ന തമിഴ്നാട് നിയമസഭാ ഇലക്ഷന്റെ ഏറ്റവും പുതിയ ഒരു അഭിപ്രായ സർവേ പുറത്തു വന്നിരിക്കുന്നു. 234 അംഗ തമിഴ്നാട് നിയമസഭയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിലെ വിവിധ ജില്ലകളിലായി വിവിധ മുന്നണികൾക്ക് വിജയസാധ്യതയുള്ള സീറ്റുകൾ. ആദ്യം നോക്കുന്ന ജില്ല കോയമ്പത്തൂരാണ്. കോയമ്പത്തൂർ ജില്ലയിൽ 10 സീറ്റുകളാണുള്ളത്. 10 സീറ്റുകളിൽ 7 സീറ്റുകൾ വരെ AIADMK സഖ്യവും 3 സീറ്റുകൾ വരെ DMK സഖ്യവും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല ചെന്നൈയാണ്. ചെന്നൈയിൽ 22 സീറ്റുകളാണുള്ളത്. 22 സീറ്റുകളിൽ 5 സീറ്റുകൾ വരെ AIADMK സഖ്യവും 15 സീറ്റുകൾ വരെ DMK സഖ്യവും 2 സീറ്റുകൾ വരെ ഇളയ ദളപതി വിജയുടെ പാർട്ടിയായ TVKയും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല കന്യാകുമാരിയാണ്. കന്യാകുമാരി ജില്ലയിൽ 6 സീറ്റുകളാണുള്ളത്. 6 സീറ്റുകളിൽ 4 സീറ്റുകൾ വരെ AIADMK സഖ്യവും 2 സീറ്റുകൾ വരെ DMK സഖ്യവും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല മധുരയാണ്. മധുര ജില്ലയിൽ 10 സീറ്റുകളാണുള്ളത്. 10 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ AIADMK സഖ്യവും 5 സീറ്റുകൾ വരെ DMK സഖ്യവും 2 സീറ്റുകൾ വരെ TVKയും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല തിരുവണ്ണാമലയാണ്. തിരുവണ്ണാമലയിൽ 8 സീറ്റുകളാണുള്ളത്. 8 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ AIADMK സഖ്യവും 6 സീറ്റുകൾ വരെ DMK സഖ്യവും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല സേലമാണ്. സേലം ജില്ലയിൽ 11 സീറ്റുകളാണുള്ളത്. 11 സീറ്റുകളിൽ 7 സീറ്റുകൾ വരെ AIADMK സഖ്യവും 3 സീറ്റുകൾ വരെ DMK സഖ്യവും 1 സീറ്റ് വിജയുടെ പാർട്ടിയായ TVKയും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല തഞ്ചാവൂരാണ്. തഞ്ചാവൂരിൽ 8 സീറ്റുകളാണുള്ളത്. 8 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ AIADMK സഖ്യവും 6 സീറ്റുകൾ വരെ DMK സഖ്യവും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല തൂത്തുക്കുടിയാണ്. തൂത്തുക്കുടി ജില്ലയിൽ 6 സീറ്റുകളാണുള്ളത്. 6 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ AIADMK സഖ്യവും 4 സീറ്റുകൾ വരെ DMK സഖ്യവും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല വെല്ലൂരാണ്. വെല്ലൂർ ജില്ലയിൽ 5 സീറ്റുകളാണുള്ളത്. 5 സീറ്റുകളിൽ 1 സീറ്റ് AIADMK സഖ്യവും 4 സീറ്റുകൾ വരെ DMK സഖ്യവും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല തിരുനെൽവേലിയാണ്. തിരുനെൽവേലി ജില്ലയിൽ 5 സീറ്റുകളാണുള്ളത്. 5 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ AIADMK സഖ്യവും 3 സീറ്റുകൾ വരെ DMK സഖ്യവും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല തിരുച്ചിറപ്പള്ളിയാണ്. തിരുച്ചിറപ്പള്ളിയിൽ 9 സീറ്റുകളാണുള്ളത്. 9 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ AIADMK സഖ്യവും 5 സീറ്റുകൾ വരെ DMK സഖ്യവും 1 സീറ്റ് TVKയും മറ്റൊരു സീറ്റ് മറ്റുള്ളവരും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല കാഞ്ചീപുരമാണ്. കാഞ്ചീപുരം ജില്ലയിൽ 3 സീറ്റുകളാണുള്ളത്. 3 സീറ്റുകളിൽ 1 സീറ്റ് AIADMK സഖ്യവും 2 സീറ്റുകൾ വരെ DMK സഖ്യവും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല രാമനാഥപുരമാണ്. രാമനാഥപുരം ജില്ലയിൽ 4 സീറ്റുകളാണുള്ളത്. 4 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ AIADMK സഖ്യവും 2 സീറ്റുകൾ വരെ DMK സഖ്യവും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല പുതുക്കോട്ടയാണ്. പുതുക്കോട്ടയിൽ 6 സീറ്റുകളാണുള്ളത്. 6 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ AIADMK സഖ്യവും 4 സീറ്റുകൾ വരെ DMK സഖ്യവും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല ദിണ്ടുക്കലാണ്. ദിണ്ടുക്കലിൽ 7 സീറ്റുകളാണുള്ളത്. 7 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ AIADMK സഖ്യവും 3 സീറ്റുകൾ വരെ DMK സഖ്യവും 1 സീറ്റ് വിജയുടെ പാർട്ടിയായ TVKയും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല ധർമ്മപുരിയാണ്. ധർമ്മപുരിയിൽ 5 സീറ്റുകളാണുള്ളത്. 5 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ AIADMK സഖ്യവും 2 സീറ്റുകൾ വരെ DMK സഖ്യവും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല തിരുപ്പൂരാണ്. തിരുപ്പൂരിൽ 8 സീറ്റുകളാണുള്ളത്. 8 സീറ്റുകളിൽ 5 സീറ്റുകൾ വരെ AIADMK സഖ്യവും 3 സീറ്റുകൾ വരെ DMK സഖ്യവും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല കടലൂരാണ്. കടലൂരിൽ 9 സീറ്റുകളാണുള്ളത്. 9 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ AIADMK സഖ്യവും 5 സീറ്റുകൾ വരെ DMK സഖ്യവും 1 സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത.
അടുത്തതായി നോക്കുന്ന ജില്ല വിരുദനഗറാണ്. വിരുദനഗറിൽ 7 സീറ്റുകളാണുള്ളത്. 7 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ AIADMK സഖ്യവും 5 സീറ്റുകൾ വരെ DMK സഖ്യവും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല ശിവഗംഗയാണ്. ശിവഗംഗയിൽ 4 സീറ്റുകളാണുള്ളത്. 4 സീറ്റുകളിൽ 1 സീറ്റ് AIADMK സഖ്യവും 3 സീറ്റുകൾ വരെ DMK സഖ്യവും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല നാമക്കല്ലാണ്. നാമക്കല്ലിൽ 6 സീറ്റുകളാണുള്ളത്. 6 സീറ്റുകളിൽ 4 സീറ്റുകൾ വരെ AIADMK സഖ്യവും 2 സീറ്റുകൾ വരെ DMK സഖ്യവും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല നീലഗിരിയാണ്. നീലഗിരിയിൽ 3 സീറ്റുകളാണുള്ളത്. 3 സീറ്റുകളിൽ 3 സീറ്റുകളും DMK സഖ്യം നേടാനാണ് സാധ്യത. മറ്റു കക്ഷികൾക്ക് അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല. അടുത്തതായി നോക്കുന്ന ജില്ല തിരുവള്ളൂരാണ്. തിരുവള്ളൂരിൽ 6 സീറ്റുകളാണുള്ളത്. 6 സീറ്റുകളിൽ 1 സീറ്റ് AIADMK സഖ്യവും 4 സീറ്റുകൾ വരെ DMK സഖ്യവും 1 സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത. TVKക്ക് അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല. അടുത്തതായി നോക്കുന്ന ജില്ല നാഗപട്ടണമാണ്. നാഗപട്ടണം ജില്ലയിൽ 3 സീറ്റുകളാണുള്ളത്. 3 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ AIADMK സഖ്യവും 1 സീറ്റ് DMK സഖ്യവും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല കരൂരാണ്. കരൂരിൽ 4 സീറ്റുകളാണുള്ളത്. 4 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ AIADMK സഖ്യവും 2 സീറ്റുകൾ വരെ DMK സഖ്യവും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല പേരമ്പല്ലൂരാണ്. പേരമ്പല്ലൂരിൽ 2 സീറ്റുകളാണുള്ളത്. 2 സീറ്റുകളിൽ 2 സീറ്റുകളും DMK സഖ്യം നേടാനാണ് സാധ്യത. മറ്റു കക്ഷികൾക്ക് അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല. അടുത്തതായി നോക്കുന്ന ജില്ല വിഴുപുരമാണ്. വിഴുപുരം ജില്ലയിൽ 7 സീറ്റുകളാണുള്ളത്. 7 സീറ്റുകളിൽ 1 സീറ്റ് AIADMK സഖ്യവും 4 സീറ്റുകൾ വരെ DMK സഖ്യവും 2 സീറ്റുകൾ വരെ TVKയും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല അരിയല്ലൂരാണ്. അരിയല്ലൂരിൽ 2 സീറ്റുകളാണുള്ളത്. 2 സീറ്റുകളിൽ 1 സീറ്റ് AIADMK സഖ്യവും 1 സീറ്റ് DMKയും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല തിരുവാരൂരാണ്. തിരുവാരൂരിൽ 4 സീറ്റുകളാണുള്ളത്. 4 സീറ്റുകളിൽ 1 സീറ്റ് AIADMK സഖ്യവും 3 സീറ്റുകൾ വരെ DMK സഖ്യവും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല തെങ്കാശിയാണ്. തെങ്കാശിയിൽ 5 സീറ്റുകളാണുള്ളത്. 5 സീറ്റുകളിൽ 1 സീറ്റ് AIADMK സഖ്യവും 3 സീറ്റുകൾ വരെ DMK സഖ്യവും 1 സീറ്റ് TVKയും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല മയിലാടുതുറയാണ്. മയിലാടുതുറയിൽ 3 സീറ്റുകളാണുള്ളത്. 3 സീറ്റുകളിൽ 1 സീറ്റ് AIADMK സഖ്യവും 2 സീറ്റുകൾ വരെ DMK സഖ്യവും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല റാണിപ്പേട്ടയാണ്. റാണിപ്പേട്ടയിൽ 4 സീറ്റുകളാണുള്ളത്. 4 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ AIADMK സഖ്യവും 2 സീറ്റുകൾ വരെ DMK സഖ്യവും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല കള്ളക്കുറിച്ചിയാണ്. കള്ളക്കുറിച്ചിയിൽ 4 സീറ്റുകളാണുള്ളത്. 4 സീറ്റുകളിൽ 1 സീറ്റ് AIADMK സഖ്യവും 3 സീറ്റുകൾ വരെ DMK സഖ്യവും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല തിരുപ്പത്തൂരാണ്. തിരുപ്പത്തൂരിൽ 4 സീറ്റുകളാണുള്ളത്. 4 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ AIADMK സഖ്യവും 2 സീറ്റുകൾ വരെ DMK സഖ്യവും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല ചെങ്കൽപ്പെട്ടാണ്. ചെങ്കൽപ്പെട്ടിൽ 6 സീറ്റുകളാണുള്ളത്. 6 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ AIADMK സഖ്യവും 4 സീറ്റുകൾ വരെ DMK സഖ്യവും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല കൃഷ്ണഗിരിയാണ്. കൃഷ്ണഗിരിയിൽ 6 സീറ്റുകളാണുള്ളത്. 6 സീറ്റുകളിൽ 4 സീറ്റുകൾ വരെ AIADMK സഖ്യവും 1 സീറ്റ് DMK സഖ്യവും 1 സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത. TVKക്ക് അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല. അടുത്തതായി നോക്കുന്ന ജില്ല തേനിയാണ്. തേനി ജില്ലയിൽ 4 സീറ്റുകളാണുള്ളത്. 4 സീറ്റുകളിൽ 1 സീറ്റ് AIADMK സഖ്യവും 3 സീറ്റുകൾ വരെ DMK സഖ്യവും നേടാനാണ് സാധ്യത. തമിഴ്നാട് നിയമസഭയിലെ ആകെയുള്ള 234 സീറ്റുകളിൽ AIADMK സഖ്യം 91 സീറ്റുകൾ വരെയും DMK സഖ്യം 129 സീറ്റുകൾ വരെയും TVK സഖ്യം 10 സീറ്റുകൾ വരെയും മറ്റുള്ളവർ 4 സീറ്റുകൾ വരെയും നേടാനാണ് സാധ്യത.